അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് പെരുമാറുന്നത് അങ്ങനെയാണ്. ഇതാണ് ബദഅ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു ഗരീബൻ, അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാൾ അടുത്തു കഴിഞ്ഞാൽ അൽ ഖായിമു ബിദീനിഹി കൽ ഖാബിദി അലാ ജംറത്തിൻ മിൻ നാർ, അല്ലാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നവൻ കയ്യിൽ ഒരു തീക്കനൽ ഇങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ചതുപോലെ ഉണ്ടാകും. ഇസ്ലാമിന്റെ അടയാളങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഒരാൾ 18 വയസ്സായാൽ, ഇപ്പോൾ നാട്ടിൽ അനുവദിക്കപ്പെട്ട വർഷ സമയമാണ്, 18 വയസ്സിൽ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവന്റെ കുടുംബത്തിലും അവന്റെ പരിചയക്കാർക്കിടയിൽ അവൻ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ? ആൾ പറയുന്നത് ഇത്ര തിരക്കാണോ, ഇപ്പൊ തന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, കുറച്ചുകൂടി സമയം കാത്ത് ജീവിതം അടിച്ചു പൊളിക്കേണ്ടതല്ലേ. എന്നാൽ 15 വയസ്സുള്ള ഒരുത്തൻ ഗേൾഫ്രണ്ടായിട്ട് ബൈക്കിന്റെ മേലെ കറങ്ങി നടന്നാലോ, എന്താണ് പുതിയ കുട്ടികൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. അതിൽ ആളുകൾ ഒരു പ്രശ്നം, ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്, ഒന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹു വിലക്കിയതാണ്, ഗുരുതരമായ തിന്മയാണ്. മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതാണ്, അല്ല പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. എല്ലാ നബിമാർ വിവാഹം കഴിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, യുവാക്കളുടെ സമൂഹമേ നിങ്ങൾ സാധിക്കുന്ന ഒരു വിവാഹം കഴിക്കുക. ഫഇന്നഹ അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ അത് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ നിങ്ങൾക്കത് എളുപ്പം നൽകും. പക്ഷേ നോക്കൂ, നിങ്ങൾ ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് ആളുകളുടെ കോപം വാങ്ങിച്ച് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക, അതാണ് ഇസ്ലാമിന്റെ അപരിചിതത്വത്തിന്റെ കാലഘട്ടം. അങ്ങനെ ദീൻ പാലിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിച്ചവർ, അവർക്ക് അള്ളാഹു പകരം നൽകുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടും. അതാണ് അവർക്ക് പകരം നൽകാനിരിക്കുന്നത്. റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെടും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൃപ്തിപ്പെടുവോളം നൽകുന്നതാണ്.